60 കൊല്ലത്തെ ദർസിനിടയിൽ ഇറങ്ങിയിട്ടുള്ള ഉലമാക്കൾ എത്രയാണ്? അവരുടെ ഇൽമിന്റെ പരമ്പരയിലുള്ളവരല്ലേ ഇന്ന് കേരളത്തിലെ ഉന്നത അറബി കോളേജുകളിലുള്ളവരെല്ലാം? അറബി കോളേജുകളുള്ളവർ പരപ്പനങ്ങാടി ദർസിലോ ചപ്പാരപ്പടവ് ദർസിലോ പഠിച്ചവരോ ആവട്ടെ ആകാതിരിക്കട്ടെ, കേരളത്തിലെ ഉലമാക്കളിൽ എല്ലാവർക്കും ബഹുമാനപ്പെട്ട ശൈഖുനായ എൻക ഉസ്താദ് അവരുടെ എഴുത്തിൽ നിന്നോ സംസാരത്തിൽ നിന്നോ എന്തെങ്കിലും ഒന്ന് പുതിയത് പഠിച്ചിട്ടില്ലാത്തവർ കേരളത്തിലെ ഉലമാ സമൂഹത്തിൽ സത്യം പറയുന്നുവെങ്കിൽ ഒരാളും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാണ്. ഒരു പട്ടിയിലും അദ്ദേഹം ഇതുവരെ ചെയ്ത എഴുത്തുകൾക്കിടയിൽ ഏത് കാലം മുതൽ എഴുതി തുടങ്ങിയിട്ടുണ്ടോ അന്നത്തെ മുതൽ അൽബയാൻ മുതൽ, അൽബയാനിൽ ഞാനൊന്നും സംഭവം ഓർക്കുകയാണ്. സംഘടിത സക്കാത്ത് വിതരണം, ഈ സംഘടിത സക്കാത്ത് വിതരണത്തെ സംബന്ധിച്ചിട്ടുള്ളൊരു പുതിയ വിഷയമാണ് വരികയാണ്. എല്ലാവരും കൂടി മഹല്ലടിസ്ഥാനത്തിൽ കാലേറെ ഏൽപ്പിച്ചു കണ്ട് സംഘടിച്ചിട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലൊക്കെ കുഴപ്പം തീരും, അതിൽ വലിയ സംഭവമൊന്നുമില്ല. അങ്ങനെ ഒരു കമ്മിറ്റി മഹല്ല് അടിസ്ഥാനത്തിൽ ഉണ്ടാകാം എന്നൊക്കെ നിലക്ക് സുന്നി മഹല്ലുകളിലെല്ലാം വിഷയം വരികയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അത്യുന്നതങ്ങളിൽ വന്നിരുന്ന ആളുകൾ വരെ ഈ തരത്തിലുള്ള ഈ സംഘടിത സക്കാത്തിൽ അകപ്പെട്ടിരുന്നു. അത് അന്നെന്ന് പറയുന്നതിൽ അകപ്പെട്ടിരുന്നു. ഞാനിത് വേദി അതല്ലാത്തതുകൊണ്ട് സംസാരിക്കാതിരിക്കുകയാണ്. ആ തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അതിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു കുറിപ്പ് സുന്നികളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ തന്നെ വരാനിടയായി. ഇതിനെതിരിൽ പ്രത്യേകം ഇതിൻ്റെ വിശദീകരണം എഴുതിക്കൊണ്ടൊരു കുറിപ്പ് വരണമെന്ന് ആഗ്രഹമുള്ളത് ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവർക്കായിരുന്നു. അദ്ദേഹം സമസ്തയുടെ ഉന്നതങ്ങളിലാണ്. ശൈഖുന താജുൽ ഉലമാ സമസ്തയിൽ നിന്ന് വേറിട്ട ശേഷവും അതൊക്കെ ശൈഖുന അവർക്ക് അതൊന്നൊരു വിഷയമായിരുന്നില്ല. എന്നിട്ടും ഈ സമസ്തക്കാരനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ശൈഖുനായെ കാണാൻ വരും, ശൈഖുനായുമായി ബന്ധപ്പെടും, ശൈഖുനായോട് ചോദിക്കും, ഇഷ്കാലുകൾ തീർക്കും, എല്ലാമുണ്ട്. ആ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവർ അതുപോലത്തെ ഒരു ലേഖനം ഇതിന് ഖണ്ഡനമായിട്ട് കൊടുക്കാൻ ഇവിടുന്ന് എഴുതിത്തരികയാണെങ്കിൽ അത് നമ്മൾ പ്രസിദ്ധീകരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. അതനുസരിച്ചിട്ട് സുന്നികളുടെ ഭാഗത്ത് നിന്ന് ഇതേ സുന്നി പ്രസിദ്ധീകരണത്തിൽ തന്നെ സംഘടിത സക്കാത്തിനെ അനുകൂലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ആ ഭാഗത്തിന് ഖണ്ഡനമായിട്ട് എഴുതാൻ വേണ്ടി ശൈഖുന അവർകൾ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട എൻക ഉസ്താദ് അവർകളാണ്. അവരുടെ ലേഖനം ഇന്നും ഉണ്ട്. ആ തരത്തിലുള്ള ലേഖനങ്ങളൊക്കെയായി ഒരുപാട് കൊല്ലം മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. ഇത്തരം ലേഖനങ്ങളിൽ നിന്നെല്ലാം വിധികളും കാര്യങ്ങളും സത്യങ്ങളും മനസ്സിലാക്കുന്നത്. വിവാദങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിവാദങ്ങളെക്കുറിച്ച് പണ്ഡിതോചിതമായിട്ടുള്ള കുറിപ്പുകൾ നുസ്രത്തിൻ്റേത് എല്ലാവരും ശ്രദ്ധിക്കും. നുസ്രത്തിൻ്റെ ആ കുറിപ്പുകൾ ശൈഖുന അവർകൾ നേരിട്ടെഴുതുന്നതല്ലെങ്കിൽ തീർച്ചയായും ബഹുമാനപ്പെട്ട എൻക ഉസ്താദ് അവർകൾ എഴുതിയതായിരിക്കും. ഒരിക്കലൊരു സൂര്യഗ്രഹണ നിസ്കാരം, ആ നിസ്കാരം അന്ന് ഉറക്കോതണോ പതുക്കോതണോ എന്ന നിലയിലുള്ള ഒരു വലിയ ഞാൻ വണ്ടൂരിൽ വന്ന ഉടനെയാണ് ആ സംഭവം. അത് സംബന്ധിച്ചുള്ളൊരു വലിയ കോലാഹലമുണ്ടായി. ചിലരൊക്കെ ഉറക്കോതി, കുറേർക്ക് പതുക്കോതി, ഉറക്കോതിയലും പതുക്കോലോതും പതുക്കോലും ഉറക്കോതിയലും തമ്മിലാണ് സംസാരം. പകലിലാണല്ലോ സൂര്യഗ്രഹണം വരുന്നത്. സൂര്യഗ്രഹണ നിസ്കാരം ഇങ്ങനെയൊക്കെ വരുമ്പോൾ കഴിഞ്ഞതിൻ്റെ ശേഷമേ അതുകൾ തിരിയുള്ളൂ. അതൊരു വെള്ളിയാഴ്ചയെന്ന് തോന്നുന്നുണ്ട് അല്ലേ, വെള്ളിയാഴ്ചയെന്നു ആ സൂര്യഗ്രഹണം. ഇതിനെ സംബന്ധിച്ചുള്ളൊരെഴുത്ത് ലേഖനം വേണം. ബഹുമാനപ്പെട്ട എൻക ഉസ്താദ് അവർക്ക് എഴുതി ഈ എഴുത്ത് കൊണ്ടുവന്ന് ശൈഖുനാക്ക് വായിച്ചു കൊടുത്തിട്ട് മൂപ്പർ പറയുന്നത് എൻ്റെ പേരിൽ കൊടുക്കാനാണ്, എൻ്റെ പേരിൽ കൊടുക്കാം. ഞാൻ ജന്മത്തിൽ സമ്മതിച്ചു, ഞാൻ എഴുതിയതെല്ലാം ഉറപ്പുള്ള ലേഖനം എൻ്റെ പേരിൽ കൊടുക്കാം, ഞാൻ എഴുതിയതാന്ന് ഉറപ്പുള്ള ലേഖനം എൻ്റെ പേരിൽ കൊടുക്കാൻ ജന്മത്തിൽ സമ്മതിക്കൂല. ആ വിഷയത്തിൻ്റെ പ്രാധാന്യവുമില്ല എൻ്റെ പേരിലായാൽ. കാരണം പണ്ഡിതന്മാരും മൂല്യന്മാരും കൺഫ്യൂഷനായിട്ടുള്ള വിഷയങ്ങൾ അധികരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം, ഒരു ലേഖനം അന്ന് ജാമ്യ വഹബയിൽ പഠിക്കുന്ന താടി പോലും ഇല്ലാത്ത എൻ്റെ പേരിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ആര് വില വെക്കാനാ? മൂല്യര പത്രത്തിലായതുകൊണ്ടൊക്കെ വില വെച്ചു വരും, അത് വേറൊന്ന്. എന്നാലും ഞാൻ തീർത്തും പറഞ്ഞു ആവില്ല. അപ്പം അവസാനം തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് ശൈഖുന അവർകൾ പറഞ്ഞു അത് എനിക്കെൻ്റെ പേരിൽ തന്നെ കൊടുക്കട്ടെ, അങ്ങനെ തന്നെ കൊടുക്കട്ടെ. ഓൻ്റെ പേരിൽ വേണമെങ്കിൽ മറ്റേ രാഷ്ട്രീയ ലേഖനം കൊടുക്കാം, വേറൊരു രാഷ്ട്രീയ ലേഖനം വേണമെങ്കിൽ എൻ്റെ പേരിൽ കൊടുക്കാമെന്നുണ്ട്. രാഷ്ട്രീയമല്ലേ ഞാൻ പറയേണ്ടത്, മതത്തിൻ്റെ അന്നത്തെ നിയമം പറയാൻ ഒരു ആലും വേണ്ടേ? ആ ആലും എന്ന നിലയ്ക്ക് മൂപ്പരുടെ പേര് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് എഴുതി. ഇങ്ങനെ എത്ര ലേഖനങ്ങൾ പലരുടെയും പേരിലായി കൊടുക്കുന്നത്. അതൊക്കെ വരുമല്ലോ ചിലപ്പോൾ ഒരു പത്രമാകുമ്പോൾ പേജ് ശരിപ്പെടണ്ടേ.
ആ ചെറുപ്പണ്ണ നേരെ തന്നെ എഴുതുന്നോലൊക്കെ കിട്ടിക്കൊണ്ടെന്നില്ല, കിട്ടിയോളെ ലേഖനമൊക്കെ പ്രസിദ്ധീകരിക്കാൻ യോഗ്യമായി കൊണ്ടൊന്നുമില്ല. അപ്പം ആ നിലക്ക് വരുമ്പോൾ ഉള്ള ആളുകൾ തന്നെ ലേഖനങ്ങൾ എഴുതിയിട്ട് പല പേരുകളിലും യോജിച്ചവരുടെ പേരിലൊക്കെ പ്രസിദ്ധീകരിക്കേണ്ടി വരും എന്നത് പത്രം നടത്തുന്നവർക്കൊക്കെ അറിയാം. അത്തരത്തിലുള്ള ലേഖനങ്ങളെല്ലാമായി നമ്മൾ ചിന്തിച്ചാൽ അവർ ജീവിച്ച ഈ 80ഓളം വർഷങ്ങൾക്കിടയിലുള്ള പൊതുപ്രവർത്തനത്തിനിടയിൽ മുദരിസായി വന്ന ശേഷവും പൊതുരംഗത്ത് ആലിമീങ്ങളുടെ ഈ വിലാസങ്ങളിൽ വന്ന ശേഷവും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളും ഇൽമുകളും പഠിക്കാത്ത ഒരാലിം കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു മതസംഘടനയിലും ഉണ്ടാകില്ല എന്ന് തീർത്തും പറയാം. ആ നിലക്ക് വെറും ദർസിൽ പഠിച്ചോല് മാത്രമൊന്നും അല്ലല്ലോ ശിഷ്യനാകുക, വെറും ദർസിൽ പഠിപ്പിച്ചോല് മാത്രമൊന്നും അല്ലല്ലോ ഷെയ്ഖാവുക. ദർസിൽ പഠിച്ചോല് മാത്രമേ ഷെയ്ഖാവുള്ളൂ. ഒരാളെ ലേഖനത്തിൽ നിന്ന് എന്തെങ്കിലും ഇൽമു പഠിച്ചാൽ അയാളിൽ നിന്ന് കിട്ടിയ ഇൽമാണെങ്കിൽ അയാളേറ്റവും ഉസ്താദിയത്തായത് അയാളുടെ ശിഷ്യൻ തന്നെയാണ് ഈ പഠിച്ച ആള്. പക്ഷെ അത് പറയാൻ നമ്മളെ ആളുകൾക്കൊരു വലിയ മടിയാണ്. അയാളെ ലേഖനം ഞാൻ വായിച്ചിക്കണ്, അയാളെ കുറിപ്പ് ഞാൻ വായിച്ചിക്കണ്, അതിന്ന് പഠിച്ചതാണ് എന്ന് പറയാൻ വലിയ മടിയാണ്. വായിച്ചു ഇൽമിൻ്റെ ഏറ്റവും മോശപ്പെട്ട ബർക്കത്തിൻ്റെ മോശമാണ് ആ ഇൽമ് എവിടെ നിന്ന് കിട്ടി എന്ന് പറയാതിരിക്കുന്നത്. ഒരു ഇൽമ ഒരാൾക്ക് കിട്ടിയാൽ ആ ഇൽമ എവിടെ നിന്ന് കിട്ടി എന്നത് പൂഴ്ത്തി വെക്കുന്നത് ഇൽമിനോട് ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട അനാദരവാണെന്നും ആ ഇൽമിന് ബർക്കത്തില്ലെന്നും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമർത്ഥനം വെച്ചുകൊണ്ട് പണ്ഡിത ലോകം സമർത്ഥിച്ചിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും മോശപ്പെട്ട ബർക്കത്തുകളാണ്. അങ്ങനെ നോക്കിയാൽ ലേഖനം വായിച്ചിട്ടുള്ള ശിഷ്യന്മാർ കേരളത്തിലെ ഉലമാ സംഘത്തിൽ എല്ലാത്തിലും ഇന്നുള്ളവരുണ്ടാവും. ഏറ്റവും അവരോടൊപ്പം പ്രായമുള്ളവർ ഇന്നിവിടെ വരേണ്ടി വരുന്നിരുന്ന ബഹുമാനപ്പെട്ട വടുതല മൂസ മുസ്ലിയാർ അവർകളാണ്. വെല്ലൂരിൽ ബഹുമാനപ്പെട്ടവരുടെ ശരീക്കായിരുന്നു അദ്ദേഹം. എങ്ങനെയും അദ്ദേഹം വരണം. ഇപ്പം അദ്ദേഹം എത്താത്തത് തീർച്ചയായിട്ടും ഛർദിയും ശ്വാസം മുട്ടും എല്ലാം കൂടി വന്നിട്ട് ഛർദിച്ചൊന്നായിട്ടാണ്. ഒരു പക്ഷേ എനിക്കൊസ്ഥാനേക്കാളിലും പ്രായം ഉണ്ടാവും അദ്ദേഹത്തിന്, 1-2 വയസ്സ് കൂടുതലുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാൻ കാരണം എന്താ വെച്ചാൽ തെക്കുമുള്ള മൂല്യന്മാരല്ലേ. തെക്കുള്ള മൂല്യന്മാർ അത്ര ചെറുപ്പത്തിനോട് വരൂലല്ലോ. നമ്മളെ വൃത്തിയിൽ 1-2 വയസ്സ് കുറച്ചും കൂടി കടന്നിട്ടല്ലേ ഓരോ ഓതാൻ പോവുള്ളൂ. ആ ലെവലും കൂടി ചിന്തിച്ചാൽ അവരെക്കാളും 1-2 വയസ്സ് കൂടുതലുണ്ടാവണം ബഹുമാനപ്പെട്ട വടുതല വി.എം. മൂസ മുസ്ലിയാർ അവർക്ക്. തീർച്ചയായും അവർ വരേണ്ടതായിരുന്നു. സുഖമില്ലാഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം വരാതിരുന്നത്. അദ്ദേഹത്തെ പോലുള്ള വൻനിരയിലുള്ള ഇതേ വയസ്സുള്ള ആളുകളിൽ വരെ ബഹുമാനപ്പെട്ടവരുടെ ലേഖനത്തിൽ നിന്ന് പുതിയ അറിവുകൾ നേടുകയും പുതിയ അറിവുകൾ പഠിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് കേരളത്തിലെ ഉലമ. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മാത്രം ഷെയ്ഖല്ല, പരപ്പനങ്ങാടിയിൽ ദർസിൽ പഠിച്ചിട്ടുള്ള മുതഅല്ലിമീങ്ങളുടെയും അവിടുത്തെ നേരിട്ടുള്ള ദർസിലെ ശിഷ്യന്മാരുടെയും മാത്രം ഷെയ്ഖല്ല, കേരളത്തിലെ ഉലമാക്കളുടെ മുഴുവൻ ഷെയ്ഖായി ഷെയ്ഖുൽ ഉലമ എന്ന് തന്നെ ബഹുമാനപ്പെട്ടവരെ നമുക്ക് വിശേഷിപ്പിക്കാം. കേരളത്തിലുള്ള ഇന്നത്തെ ഉലമാന്റെ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ടവർ. ആ ഷെയ്ഖിനെ നിങ്ങൾക്ക് 56 വർഷം നിങ്ങളുടെ നാട്ടിൽ നിന്നു എന്നതിൻ്റെ പേരിൽ ആദരിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം, അത് അല്ലാഹു ഈ നാട്ടുകാർക്കും ഈ ജമാഅത്തിനും ഈ ജമാഅത്തിൻ്റെ പരിസര പ്രദേശത്തുള്ള ജമാഅത്തുകൾക്കും അല്ലാഹു നൽകിയിട്ടുള്ളൊരു മഹത്തായ ഔദാര്യമാണ്. കാരണം ഒരാളുടെ ജീവിതത്തിൽ ഇൽമുമായി ബന്ധപ്പെടുക എന്നതിനോളം വലിയൊരു അമല് വേറല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാആത്ത്. അല്ലാഹു തആലാക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന വഴിപാടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഇൽമു പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഇൽമുമായി നിരതനാവൽ എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ സമർത്ഥിക്കുന്നു. മഹാൻ തെളിവ് പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കുന്നുണ്ട്. ആ സമർത്ഥനം വെച്ച് നോക്കുമ്പോൾ ഒരാൾ 80 കൊല്ലം പൂർണ്ണമായി നിസ്കരിക്കുന്നതിലേറെ, ഒരാൾ അത്രയും കാലം മറ്റേതെങ്കിലും തരത്തിലുള്ള ഇബാദത്തുകൾ ചെയ്യുന്നതിലേറെ, ഈ വർഷങ്ങളിലൊക്കെയും ലഭിക്കുന്ന ഹജ്ജുകൾ ചെയ്യുന്നതിലേറെ, അല്ലെങ്കിൽ ഈ വർഷങ്ങളിലൊക്കെയും കഅബയുടെ ഓരത്തിൽ നിന്നുകൊണ്ട് ത്വവാഫ് ചെയ്യുന്നതിലേറെ ഏറ്റവും ശറഫാക്കപ്പെട്ട ഇബാദത്ത് എന്തായി നമ്മൾ മനസ്സിലാക്കുന്നുവോ ആ ഇബാദത്തുകളെക്കാളെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യവും ശ്രേഷ്ഠതയും ഉള്ളത് ഇൽമു കൊണ്ട് ജോലിയാവലാണ്. ആ ഇൽമു കൊണ്ട് ജോലിയാവുന്ന ഒരു മുദദ്ദിസിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വിലയിരുത്തണം. സുബ്ഹ് നമസ്കരിക്കുന്നത് മുതൽ അയാളുടെ ഒരു പ്രവൃത്തി ദിവസം തുടങ്ങുകയായി. സുബ്ഹ് നിസ്കരിക്കുന്നതിന് മുൻപ് രാത്രിയിലും മുൻപ് അമല്. സുബ്ഹ് നിസ്കരിക്കുന്നത് മുതൽക്ക് അധ്യാപനം തുടങ്ങി. അതുമുതൽ ഒരു മുദദ്ദിസിന്റെ അധ്യാപനം
അസർ വരെ ഒരു നിരയിലങ്ങ് പോകും. ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ള വിടവുണ്ടാവും. അസർ കഴിഞ്ഞും ചില ദർസുകളുടെയും മുദരിസിനുണ്ടാവും. രാത്രിയിൽ ദർസിലുള്ള കുട്ടികൾക്ക് സംശയം തീർക്കാനും ചോദിക്കാനുമായി ദർസ് നിയന്ത്രിക്കാനുണ്ടാവും. രണ്ടാം ദർസിൽ രാത്രിയിൽ കുട്ടികളുടെ സംശയം തീർക്കാനുണ്ടാവും. മുതാലഅത്ത് ചെയ്യുന്ന മുദരിസാണെങ്കിൽ പകലിൽ ഓതി കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒന്ന് വായിക്കാനും ആദ്യന്തം ഒന്ന് മുതാലഅത്ത് ചെയ്യാനും ഉണ്ടാകും. സമയം മുഴുവൻ ഇൽമിലല്ലേ ഒരു മുദരിസിന്റെ. ആ വിധത്തിലുള്ളൊരു മുദരിസ് നിറഞ്ഞ മുതഅല്ലിമീങ്ങളിരുന്ന നമ്മുടെ പള്ളി, അങ്ങാടിപ്പള്ളി എന്ന് പറഞ്ഞാൽ നിറഞ്ഞ മുതഅല്ലിമീങ്ങൾ ദർസായിരുന്നല്ലോ നമ്മൾ കാണുമ്പോൾ. ഇപ്പൊ ദർസുകളൊക്കെ ശോഷിച്ചു പോയപ്പോൾ വെറും ശുദ്ധ ദർസിന് വേണ്ടി ആളുകളെ കിട്ടാതെ വന്നപ്പോഴാണ് ഇങ്ങനെ വന്നത്. എന്നാലും ഏതെങ്കിലും വിധത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ദർസ് മുടങ്ങരുതെന്ന നിലയ്ക്ക് നിങ്ങൾ മഹാനുടെ പുത്രനെ തന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് ദർസിലെ കുട്ടികൾക്ക്, ആ കുട്ടികൾക്ക് കൂടി ദർസ് നടത്തുന്ന പരിസരത്തെയും ഇവിടത്തെയും മദ്രസാധ്യാപകർക്ക് ദർസ് നടത്തുന്ന വിധം ബഹുമാനപ്പെട്ടവരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. ബഹുമാനപ്പെട്ടവർക്കും ഇവിടെ നിൽക്കുന്നതിന് ആ സന്തോഷം. കാരണം ദർസ് നടത്താലോ, ഇൽമിൽ ജോലിയാവാലോ. ഈ ഇൽമിൽ ജോലിയായിട്ടുള്ള സേവനങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ത്വാഅത്തുകൾ എന്ന നിലക്കൊന്ന് വിലയിരുത്തി നോക്കൂ. ഇതിനോളം വലിയ ത്വാഅത്ത് ഭൂലോകത്ത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്യുന്നുണ്ടോ? സമാനമായി ദർസ് നടത്തിയ ആലിമീങ്ങളല്ലാതെ. ആ വിധത്തിലുള്ള ദർസിന്റെ പുണ്യത്തിന്റെ പുറമെ ലേഖനങ്ങൾ കൊണ്ടും സംസാരങ്ങൾ കൊണ്ടും പ്രസംഗങ്ങൾ കൊണ്ടും ക്ലാസ് കൊണ്ടും ശിഷ്യന്മാരിലൂടെയുള്ളത് അവരുടെ തന്നെ അമലാണ്. ഇൽമു എന്നറിയുന്ന അങ്ങനെയല്ലേ, ഇതാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ കർമ്മങ്ങൾ തീർന്നു. പക്ഷേ 3 എണ്ണം അയാളുടെ കർമ്മം തന്നെയാണ്. ആ കർമ്മങ്ങളിൽ ഒന്നാണ് ഔ ഇൽമു യന്തഫഉ ബിഹി, ഉപകരിക്കപ്പെടുന്നതായ ഇൽമ്. അതുകൊണ്ട് ഉപകാരം നേടിക്കൊണ്ടേയിരിക്കുന്നു, അതിന്റെ ഉപകാരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരം ഇൽമ് ഒരു ആലിം ഇവിടെ പഠിപ്പിച്ചതോ പകർന്നു കൊടുത്തതോ ഉണ്ടെങ്കിൽ ആ ഇൽമ് നിലനിൽക്കുന്നിടത്തോളം കാലം അത് ഈ പഠിപ്പിച്ചു കൊടുത്ത ഗുരുവിന്റെ കർമ്മമാണ്, അദ്ദേഹത്തിന്റെ കർമ്മമായി രേഖപ്പെടുത്തപ്പെടും. ആ കർമ്മങ്ങൾ ഖബറിന്റെ അകത്തേക്ക് അദ്ദേഹത്തിന്റെ കർമ്മമായി തന്നെ മരിച്ചതിന് ശേഷവും രേഖപ്പെടുത്തപ്പെടുന്ന സത്കർമ്മങ്ങളിൽ രേഖപ്പെടുത്തുന്ന കർമ്മമാണ്. ജീവിതകാലത്ത് ദർസ് നടത്തിയതുപോലെ അങ്ങനെ തന്റെ ശിഷ്യന്മാരുടെ ദർസ് കൂടി കൂട്ടിയാൽ കേരളത്തിലെ സുന്നി ഉലമാ സംഘടനകളിലുള്ള വലിയ വലിയ വമ്പൻ പ്രസംഗകന്മാർ, എല്ലാ പ്രസംഗകർക്കും അവലംബമായി നിൽക്കുന്നവരൊക്കെ പരപ്പനങ്ങാടി ദർസിന്റെ സന്തതികളിലുണ്ട്. നിങ്ങൾക്കറിയാം, വിലയിരുത്തി നോക്കുന്നവർക്കറിയാം. പരപ്പനങ്ങാടി ദർസിന്റെ സന്തതികളിൽ കേരളത്തിലെ മിക്ക ദർസിലെയും ഉലമാക്കളുടെയും മിക്ക സംഘടനകളുടെയും ഉലമാക്കളുടെയും അവലംബമായി നിൽക്കുന്ന ചെറുപ്പക്കാരാവട്ടെ മധ്യവയസ്കന്മാരാവട്ടെ അത്തരം ഉലമാക്കൾ എല്ലാ സംഘടനയിലും പ്രവർത്തിക്കുന്നവർ ബഹുമാനപ്പെട്ടവരുടെ ശിക്ഷഗണങ്ങളിലുണ്ട്. തെക്കോട്ട് പോയാൽ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യ സമൂഹത്തിലൂടെ എല്ലാം മഹാനരുടെ കർമ്മങ്ങൾ നിലനിൽക്കുകയാണ്.